കഥാനായകനായ അജിത്ത് സിനിമയിലൊക്കെ നടക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തിലും ലവ് നടക്കും, ലവ് ഇല്ലെങ്കിൽ ലൈഫേ വേസ്റ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അവൻ്റെ ഫസ്റ്റ് ലവ് സ്കൂളിൽ വെച്ചായിരുന്നു. അവൻ എപ്പോഴും ആ കുട്ടിയോട് റബ്ബറും പെൻസിലും ഒക്കെ ചോദിക്കും. അതവൾ കൊടുക്കുമ്പോൾ അവൻ്റെ വിചാരം അവൾക്ക് അവനെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നാണ്. പിന്നീട് അവൻ്റെ ബർത്ത്ഡേക്ക് അവളെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവളൊരു സ്റ്റേഷനറി ബോക്സ് തന്നെ ഗിഫ്റ്റായി കൊടുക്കും. എന്നിട്ട് ഇനി അവളോട് വന്ന് പെൻസിലും റബ്ബറും ഒന്നും ചോദിക്കരുതെന്ന് പറയും. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് ലവ് പൊളിഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് കോളേജിലും ഒരു സീനിയറിനെ അവന് ഇഷ്ടമാവും. അത് പറയാൻ അവൻ ക്രിക്കറ്റ് ബോളിൽ ഐ ലവ് യു എന്ന് എഴുതി അത് അവൾക്ക് നേരെ എറിയാൻ നോക്കുന്നുണ്ട്. എന്നാൽ ബോളിന് പകരം ബാറ്റ് അവളുടെ മേലെ ചെന്ന് വീഴുന്നു. അങ്ങനെ അതും പൊളിയുന്നു. പിന്നീട് അവൻ തൻ്റെ ഫ്രണ്ടിനോട് അവളുടെ കല്യാണത്തിൻ്റെ അന്ന് പള്ളിയിൽ വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നു. ഇത് കേട്ട് അവളുടെ വീട്ടുകാർ അവനെ അടിക്കുന്നുണ്ട്. അങ്ങനെ അവൻ പോലീസ് സ്റ്റേഷനിലാകുന്നു. അവൻ്റെ അച്ഛൻ ഇതിലൊക്കെ ദേഷ്യം വന്ന ഒരു മാട്രിമോണി കമ്പനിയിൽ ജോലിക്ക് കയറണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അവൻ ആ കമ്പനിയിൽ ജോലിക്ക് കയറും. അവിടുത്തെ സീനിയർ മാനേജറായ അഞ്ജലിയോട് അവന് ക്രഷ് തോന്നുന്നുണ്ട്. എന്നാൽ അവൾ ഭയങ്കര കർക്കശക്കാരിയാണ്. ഒരു ദിവസം അവരുടെ ഒരു ക്ലയൻറ്റ് അയാളുടെ മകൾക്ക് ഒരു നല്ല പ്രപ്പോസൽ കൊണ്ടുവരാൻ ഇവരുടെ കമ്പനിയെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടിക്ക് വേറെ ഒരാൾ ഇഷ്ടമായിരുന്നു. അത് നടത്തിക്കൊടുക്കാൻ അജിത്ത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അഞ്ജലി അതിന് സമ്മതിക്കില്ല. അഞ്ജലിക്ക് ഒരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലവിനോടുള്ള വിശ്വാസമൊക്കെ അവൾക്ക് പോയിരുന്നു. അജിത്തും അഞ്ജലിയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് അവർ നല്ല കൂട്ടുകാരാവും. അജിത്തിന് അവളോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അജിത്തിന്റെ ബർത്ത്ഡേ ദിവസം അവൻ അഞ്ജലിയെയും ഇൻവൈറ്റ് ചെയ്യുന്നു. അവരുടെ രണ്ടുപേരുടെയും ഒരു ഡ്രോയിങ് ആണ് അഞ്ജലി ഗിഫ്റ്റായി കൊടുക്കുന്നത്. പിന്നീട് സെലിബ്രേഷൻ കഴിഞ്ഞ് അഞ്ജലി തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അവൻ അവൻ്റെ ഇഷ്ടം അവളോട് പറയുന്നുണ്ട്. എന്നാൽ അവളാകട്ടെ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. പിന്നീട് അവൾ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വീടൊക്കെ വിറ്റ് അവനോട് പറയാതെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. നേരത്തെ അവർ റെഡിയാക്കി കൊടുത്ത ആ ക്ലയൻറ്റിൻ്റെ മാരേജ് ഡിവോഴ്സ് ആവുന്നുണ്ട്. പിന്നീട് ആ പെൺകുട്ടി സ്നേഹിച്ച ആളെ തന്നെ അവൾ കല്യാണം കഴിക്കുന്നു. അതിന് അജിത്താണ് വീണ്ടും ഹെൽപ്പ് ചെയ്യുന്നത്. ആ കല്യാണത്തിന് അഞ്ജലിയും വരുന്നുണ്ട്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം അവർ കാണുന്നു. പിന്നീട് അവർ തമ്മിൽ ഒന്നിക്കുന്നുണ്ട്. അങ്ങനെ നാലാമത്തെ അവൻ്റെ ലവ് സക്സസ് ആവുന്നു.